കെ മുരളീധരൻ അന്നും എൻ്റെ ജ്യേഷ്ഠസ്ഥാനത്താണ്, ഇന്നും എൻ്റെ ജ്യേഷ്ഠസ്ഥാനത്താണ്. അത് നിങ്ങൾ ചോദിച്ചാൽ മതി. ഇപ്പം ഈ പറഞ്ഞ കാര്യം എന്താണ്, അതായത് ത്രിപുരയിൽ കോൺഗ്രസുമായിട്ട് പ്രശ്നമാണല്ലോ എന്ന് ചോദിച്ചത്. സോറി, ബംഗാളിൽ ഈ വിഷയം ഞാൻ അവിടെ സംസാരിച്ചാണ്, അഭിഷേക് ബാനർജിയുമായി സംസാരിച്ചാണ്. അവരതിന് പറഞ്ഞ മറുപടി ഈ പറയുന്ന കോൺഗ്രസ് സി പി എമ്മുമായി യോജിച്ചിട്ടാണ് അവിടെ വന്നത്. സി പി എമ്മുമായിട്ട് ഒരു കോംപ്രമൈസും ഇല്ല. സി പി എം ഇല്ലാതെ കോൺഗ്രസ് ഒറ്റയ്ക്ക് വന്നിരുന്ന് ഞങ്ങൾ സഹായിക്കുമായിരുന്നു. അപ്പോൾ സി പി എമ്മിനെ കോംപ്രമൈസ് ചെയ്യുന്ന വിഷയമില്ല എന്ന് അവർ തീർത്ത് പറഞ്ഞതാണ്. അപ്പോൾ ഇവിടുത്തെ പൊളിറ്റിക്കൽ സ്ട്രാറ്റജി പറഞ്ഞു, ഈ വരാൻ പോകുന്ന ഇപ്പോൾ ഞാൻ ഈ രാജിവെക്കുന്നതോട് കൂടിയില്ല ബൈ ഇലക്ഷൻ്റെ വിഷയം വരും. അവർ പറഞ്ഞു അവരുടെ ഉത്തരവാദിത്തപ്പെട്ട നേതാക്കൾ നിലമ്പൂരിൽ വന്നിട്ട് യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിക്ക് വേണ്ടിയിട്ട് പ്രസംഗിക്കും. ഇതൊക്കെ സംസാരിച്ചിട്ടാണ് വന്നത്. ഞാൻ ഒന്നും കാണാതെ അന്തം വിട്ട് അങ്ങോട്ട് പോയി അതിലേറെ അന്തം വിട്ട് ഇങ്ങോട്ട് വന്നു നിങ്ങൾ വിചാരിക്കണ്ട. ഞാനിവിടെ വരാനിരിക്കുന്ന എന്താ പറയുക, ഇതിൻ്റെ മുകളിലുണ്ടാകുന്ന ഹഡിൽസ് ഇതെല്ലാം ഡിസ്കസ് ചെയ്താൽ മഹുവ മൈത്ര ഉൾപ്പെടെയുള്ള മലയാളികൾക്ക് മനസ്സുകൊണ്ടും രാഷ്ട്രീയക്കാർക്ക് വ്യക്തിപരമായും അറിയുന്ന ദേശീയ ലീഡർഷിപ്പ് നിലമ്പൂർ ഇലക്ഷനിൽ യു ഡി എഫിന്റെ സ്ഥാനാർത്ഥിക്ക് വന്ന് പ്രസംഗിക്കും, അതിന് തർക്കമില്ല. നിലമ്പൂരിൽ ഒരു പ്രത്യേക സമുദായത്തിൽപ്പെട്ട ആൾക്ക് മാത്രമാണ് മലയോരത്തെ പ്രശ്നങ്ങൾ അറിയുള്ളൂ എന്ന് താങ്കൾ പറയുമ്പോൾ ഇത്രയും നാൾ അവർ പ്രതികരിച്ചത് പി വി അൻവർ അല്ലേ? അപ്പൊ താങ്കൾക്ക് ആ വിഷയം അറിയില്ല എന്നുള്ളതാണ്. ഞാൻ അറിഞ്ഞ ഒരുപാട്, താങ്കൾക്ക് എന്നെ പറ്റി വല്ലതും അറിയോ? അല്ല, ഒരു മിനിറ്റ്. ഇന്ത്യയിൽ ഈ 2024 ഫെബ്രുവരിയിൽ 972 ഈ ആനിമൽ ആക്ട് അമെൻമെന്റ് ചെയ്യണമെന്ന് പറഞ്ഞ് സുപ്രീം കോടതിയിൽ റിട്ട് ഫയൽ ചെയ്തതാണ് ഞാൻ. ഒരു മിനിറ്റ്, അല്ല അറിയുമെന്നില്ല, അറിയുന്നോണ്ടാണല്ലോ റിട്ട് ഫയൽ ചെയ്യുന്നത്. ആ റിട്ടിന്റെ കോപ്പി വേണമെങ്കിൽ എൻ്റെ മെയിലുണ്ട്, താങ്കൾക്ക് ഒരു മിനിറ്റ്. അല്ല, പ്രത്യേക സമുദായമാണ് ഇത് അനുഭവിക്കുന്നത്. നിങ്ങൾ എന്താ പറയാ, മലയോര മേഖലയിൽ എന്ത് പ്രശ്നം ഉണ്ടായില്ല, ആ ചേട്ടന്മാരല്ലേ, ഒരു കൈയേറിയ ഭൂമിയിലല്ലേ, അത് അവരനുഭവിച്ചോട്ടെ എന്ന് പറയുന്ന ഒരു സംസ്കാരം ഇവിടെ ഉണ്ട്. ഈ മലയോര മേഖല മുഴുവൻ ഡെവലപ്പ് ചെയ്ത് ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയാണ്. അവരാണ് സ്കൂൾ ഉണ്ടാക്കിയത്, അവരാണ് കോളേജ് ഉണ്ടാക്കിയത്. പള്ളിക്കൊപ്പം പള്ളിക്കൂടം എന്ന് പറയുന്ന സംവിധാനം ഉണ്ടാക്കിയിട്ടാണ് ഈ മലബാറിലെ മലയോര മേഖലയിലെ മനുഷ്യന്മാർ വിദ്യാഭ്യാസം നേടിയത്. ആ സമൂഹത്തെ അവർ പൂളച്ചേട്ടന്മാർ, അവർ കയ്യേറിയ ഭൂമിയല്ല, അവർ അവിടെ വന്ന് കൃഷി ചെയ്ത് ഭൂമി വാങ്ങി കുടിയേറിയവരാ. ആ കുടിയേറിയവരെ കയ്യേറിയവരെന്ന് വിളിക്കാനാണ് സമൂഹത്തിന് താല്പര്യം. അവർ വിഷയം അനുഭവിക്കുന്നുണ്ട്, ആ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി അനുഭവിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയിൽ നിന്ന് ഒരാളെ വേണമെന്ന് പറയുന്നത്. എൻ്റെ സാക്ഷിയാണ്. അല്ല, ഞാൻ ചെയ്യും, ഞാൻ ഇനിയും ചെയ്യും എന്നെ കൊണ്ട്. അല്ല, ചെയ്തുകൂടാന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ കാണുന്നില്ല. അതുകൊണ്ട് ഞാൻ പറഞ്ഞ അനുഭവങ്ങളാണ് മനുഷ്യനെ പഠിപ്പിക്കുക. ആ അനുഭവങ്ങളുള്ള ആ കാട്ടിൽ ജീവിക്കുന്ന വ്യക്തിയാണ് ഈ ജോയി. ഷൗക്കത്ത് അതിന് അനുഭവം ഉണ്ടോ എനിക്കറിയില്ല, നിങ്ങൾ പുള്ളി പറഞ്ഞോളൂ. ഏറ്റവും കൂടുതൽ താങ്കൾ തിരിച്ച് കോൺഗ്രസിലേക്ക് വരണമെന്ന് ആഗ്രഹിച്ചത് താങ്കളുടെ സുഹൃത്തുകൂടിയായ KPCC പ്രസിഡന്റാണ്. എവിടെയാണ് അതിന് തടസ്സം ഉണ്ടായത്? എന്ത് തടസ്സം? ആരാ? ഞാനിത് എനിക്കിങ്ങനെ റോഡിൽ കൂടെ പോകണ വിളിച്ചിട്ട് വാ അൻവർ UDF ചേരും അറിയാൻ പറ്റുമോ? നിങ്ങളെന്ന് ചോദിച്ചു കത്ത് കൊടുത്തോ? ഞാൻ ഇവരെ കൊടുത്തിട്ടില്ലല്ലോ. കത്ത് കൊടുത്തിട്ടില്ലല്ലോ. നിങ്ങൾ പറയല്ലേ, ഞാൻ റിക്വസ്റ്റ് ചെയ്തിട്ടില്ലല്ലോ. എന്താണ് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ഇന്നലെ പറഞ്ഞത്? അങ്ങനെ കത്ത് കിട്ടിയിട്ടില്ല, കത്ത് കിട്ടിയാൽ ഞങ്ങളത് പരിശോധിക്കുമെന്ന് പറഞ്ഞോ? അത് ശരി. അപ്പൊ വ്യക്തികളൊക്കെ വിളിച്ചിട്ട് വാ നിങ്ങളൊക്കെ UDF ചേർന്ന് പറയാൻ പറ്റുമോ? അങ്ങനെ ഒരാളും തടസ്സപ്പെട്ടു. എനിക്ക് 2025, 26, 24 ഒറ്റ താല്പര്യമുള്ളൂ, പിണറായി അവസാനിപ്പിക്കുക, നത്തിങ് എൽസ്. അതെന്നോ അന്ന് തന്നെ പറഞ്ഞാൽ രാഹുൽ ഗാന്ധിക്കെതിരെ ഞാൻ അങ്ങനെ ഒരു വാക്ക് ഉപയോഗിച്ചിട്ടില്ല. പറഞ്ഞത് പൊളിറ്റിക്കൽ DNA ആണ്. എങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത്? ഇനിയിപ്പോൾ അതും ക്ലിയർ ചെയ്യുക. ഞാൻ പറഞ്ഞത് അന്ന് മണ്ണാർക്കാട് സീറ്റിലെ പാർലമെൻറ്റ് സീറ്റിലെ ഇലക്ഷൻ പൊതുയോഗത്ത് വെച്ചിട്ടാണ് ഞാൻ പ്രസംഗിക്കുന്നത്. അപ്പോൾ വാർത്ത വരികയാണ്. എന്താണ് വാർത്ത? എന്താണ് പിണറായി വിജയനെ ED അറസ്റ്റ് ചെയ്യാത്തത്? ആ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിലെ ഏറ്റവും വലിയ ഇഷ്യൂ എന്തായിരുന്നു ഇന്ത്യ മുന്നണി ഉയർത്തിയത്? ഈ പറയുന്ന സോറനെ അറസ്റ്റ് ചെയ്തതും ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്തൊരു വിഷയം. ഈ ഒരു വിഷയം നിൽക്കുമ്പോൾ ഇത് അന്യായമായ അറസ്റ്റാണെന്നും ഇതിനെ പ്രതികരിക്കാൻ വേണ്ടിയിട്ട് ഇന്ത്യയിൽ എല്ലാവരും ഒരുമിക്കണം എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ അടുത്ത് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നു എന്നാണ് വാർത്തയിൽ കാണുന്നത്. അപ്പോഴാണ് അദ്ദേഹത്തിൻ്റെ DNA പരിശോധിക്കണം. അത് പൊളിറ്റിക്കൽ DNA പറയുന്നത് പിറ്റേ ദിവസം എന്തായി? അന്ന് രാത്രി തന്നെ വാർത്തയായി. ബയോളജിക്കൽ DNA ഞാൻ ഒരിക്കലും പറഞ്ഞിട്ടില്ല. ഞാൻ പിറ്റേ ദിവസം തന്നെ പത്രക്കാരെ വിളിച്ചത് പറഞ്ഞിട്ടുള്ളതാണ്. അത് എയറിലുള്ളതാണ്. ഒരിക്കലും നെഹ്റു കുടുംബത്തിനെ പറ്റി അങ്ങനെ പറയാൻ പറ്റുന്ന ഒരാളല്ല ഞാൻ എന്നുള്ളത് മലപ്പുറം ജില്ലയിലും എന്താ പറയുക കേരളത്തിലും ജീവിക്കുന്ന കോൺഗ്രസ്സുകാർക്ക് ആ കുടുംബവുമായിട്ട്
അത്രയും ആത്മബന്ധമുള്ളൊരു ഫാമിലിയാണ്. അതുകൊണ്ട് ഒരിക്കലും അങ്ങനെ പറഞ്ഞിട്ടില്ല. ഇനിയിപ്പോൾ നിങ്ങളെ ചോദിച്ച സ്ഥിതിക്ക് വീണ്ടും പറയാണ്, അങ്ങനെ ഞാൻ പറഞ്ഞിട്ടില്ല. ആർക്കെങ്കിലും വിഷമം ഉണ്ടായിട്ടുണ്ടെങ്കിൽ പരിപൂർണമായും അവരോട് ആ ഉണ്ടായ വിഷമത്തിന് ഞാൻ മാപ്പ് ചോദിക്കണം. നമ്മളൊക്കെ കോൺഗ്രസ്, തൃണമൂലും കോൺഗ്രസിനല്ലേ. നീ ഇപ്പോൾ പിണറായി പറഞ്ഞില്ലേ കോൺഗ്രസ് എവിടെ നിന്നാ വന്നത്? നമ്മൾ ബേസിക്കലി വി ആർ കോൺഗ്രസ്. നിങ്ങൾ കോൺഗ്രസ് ആയിട്ടില്ലേ, അല്ലെങ്കിൽ നിങ്ങളെ അപ്പൻ്റെ അപ്പം കോൺഗ്രസ് ആയിരിക്കും അല്ലേ? ആണല്ലോ. ഇവിടെ ഇരിക്കുന്ന ആരെ കോൺഗ്രസ് അല്ലാത്ത EMS കോൺഗ്രസ് അല്ലായിരുന്നോ? AKG കേളപ്പം ആരെ കോൺഗ്രസ് അല്ലാത്തത്? കോൺഗ്രസ് ബ്ലഡ് അല്ലാത്ത ആരല്ലത്? പിന്നുള്ളത് മറ്റേ RSS ബ്ലഡാ. ഈ 2 ബ്ലഡല്ലേ ഉണ്ടായിരുന്നുള്ളൂ ഇന്ത്യയിൽ. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ സാധനം ഉണ്ടാവില്ലേ? അതെ. ആ ബ്ലഡ് കയറ്റിയപ്പോൾ ഞാൻ കമ്മ്യൂണിസ്റ്റ് അബ്ദുറഹ്മാൻ എടുത്ത പോലെ ഞാൻ മെമ്പർഷിപ്പ് എടുക്കാനൊന്നും പോയിട്ടില്ല. ഞാൻ എന്തുകൊണ്ടാണ് ഇടതുപക്ഷത്തിൽ CPM-നോട് സഹകരിച്ചത്? 2 കാര്യമാണ്. ഒന്നെന്താ, അവരുടെ സെക്കുലർ മനോഭാവം. 2 ആൻറ്റി ഫാസിസ്റ്റ്. അത് 2 പോയി. RSS, അതായത് RSSന്റെ കൊടി എന്തായാലും കളർന്ന് പറയാം, കാവിക്കൊടി കെട്ടേണ്ട സെക്രട്ടേറിയറ്റിന് മുമ്പിൽ ചെങ്കൊടി കെട്ടിയിട്ട് കാവിയുടെ രാഷ്ട്രീയം നടത്തുന്ന ലോകത്തിലെ ഏറ്റവും വലിയ ഭരണാധികാരി പിണറായി ആയിരിക്കും. അത് എൻ്റെ കണ്ണിൽ കണ്ടതുപോലെ എനിക്ക് ബോധ്യപ്പെട്ടത്. പിന്നെ എന്ത് അടിസ്ഥാനത്തിൽ ഞാൻ അവിടെ നിൽക്കും? അതാണ് ഇതിലുണ്ടായ വിഷയം. നമുക്ക് അവസാനിപ്പിക്കാം. അതൊക്കെ നമുക്ക് പിന്നെ പറയാം. ബംഗാളി ഒരു അധ്യാപകനെ അന്വേഷിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. തീർച്ചയായിട്ടും ഒരു ഖേദമില്ല ഒന്നിനും. PV അൻവർ MLA സ്ഥാനം രാജിവെച്ചു. അദ്ദേഹം വാർത്താസമ്മേളനം നടത്തുകയായിരുന്നു.